ഇതാണ് ചെയർ സെക്ഷൻ. രീതിയിലാണ് ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. വർക്കുകൾ പലതരമാണെങ്കിലും എല്ലാത്തിനും ബേസ് ഒന്നും. ഇതിപ്പോൾ ഈ സെക്ഷനിൽ പല ആൾക്കാർ പല രീതിയിലാണ് ആംഗിൾ വെക്കുന്നത്. എല്ലാ ആംഗിളും ഇപ്പോൾ ഈ തലയിൽ മാത്രം ആംഗിൾ ഇങ്ങനെ വെച്ചിട്ട് വെച്ച് വിടും. ചിലർ ഈ തലയിൽ മാത്രം വെച്ച് വിടും. എന്നിട്ട് പതിയെ ഹീറ്റ് ആംഗിൾ ഇതിനകത്ത് ചേർത്ത് വയ്ക്കുക. കാണുന്നുണ്ടോ? ചേർത്ത് ജസ്റ്റ് കഴിഞ്ഞ സ്പീഡപ്പാക്കി കളയാനാണ്. ചില ആളുകൾ ഇവിടെ ഗ്ലീറ്റ് ആംഗിൾ വയ്ക്കും, ചിലർ പുറത്ത് വയ്ക്കും. പല ആളുകൾ പല രീതിയിലാണ് വിൻഡോസൊക്കെ കൂട്ടുന്നത്. ചിലർ ഈ വൺ സൈഡ് മാത്രമേ ക്ലീറ്റ് ആംഗിൾ നോക്കുള്ളൂ, ഒന്നല്ല അകത്ത് അല്ലെങ്കിൽ പുറത്ത്. രണ്ട് ക്ലീറ്റ് ആംഗിൾ അടിച്ചു കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, കുറച്ച് ബലം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അതിനകത്ത് അധികം വർണ്ണിക്കാനൊന്നുമില്ല. സിംഗിൾ ക്ലീറ്റ് ആംഗിൾ വെക്കുമ്പോൾ വർക്ക് കുറവായിരിക്കും. അലൂമിനിയം 40 സീരീസിലെ മുള്ളിയൻ സെക്ഷൻ ജോയിൻറ്റിങ്ങിൻ്റെ ഈ സിംഗിൾ പ്ലേറ്റ് വെക്കാൻ പലർക്കും അറിയാൻ പറ്റുമായിരിക്കും. അറിയുമായിരിക്കും എന്നല്ല, അറിയാം. കാരണം ഈ വിൻഡോയിൽ കേജ് കട്ട് ചെയ്ത ശേഷം മാർക്ക് ചെയ്ത ശേഷം സിംഗിൾ പ്ലേറ്റ് വെക്കാം. ഇതിനകത്ത് ഡബിൾ പ്ലേറ്റ് എങ്ങനെ വെക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഡബിൾ പ്ലേറ്റ് വെക്കാൻ വേണ്ടി വേറൊന്നും വേണ്ട. മുക്കാലിക്കാര ക്ലീറ്റ് ആംഗിൾ ഒരെണ്ണം എടുത്തിട്ട് ഇതിനോട് ചേർത്ത് വെക്കുമ്പോൾ ഇവിടെ ഇച്ചിരി ഫ്രീ കിട്ടണം. കണ്ട, ഇതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഇച്ചിരി പ്ലേ വരുന്ന രീതിയിൽ ക്ലീറ്റ് ആംഗിൾ കട്ട് ചെയ്യുക. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയുള്ള പരിപാടി. വളരെ സിമ്പിളായിട്ട് നമുക്കപ്പോൾ ജോയിൻ്റ് അടിക്കാൻ പറ്റും. ഇതിൻ്റെ ജോയിൻ്റ് പീസ് ഇപ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇടാം. സ്ക്രൂ ചെയ്യാതെ തന്നെ ടൈറ്റിൽ നിൽക്കുന്നുണ്ടാ. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.